ഹായ് ഹലോ നമസ്കാരം. ഞാൻ അജേഷാണ്. മൈൻഡ് ലൂം ഇൻഷുറൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും 4 ഇൻഷുറൻസുകളെ കുറിച്ചിട്ടുണ്ട്. 4 ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നിവാബൂപ്പ എന്ന കമ്പനിയുടെ ഇൻഷുറൻസാണ് നമ്മൾ നോക്കുന്നത്. ഈ നിവാബൂപ്പ കമ്പനിക്ക് തന്നെ ഒരുപാട് ഇൻഷുറൻസുകളുണ്ട്. ആ ഇൻഷുറൻസിൽ അവരുടെ ആസ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസാണ് നമ്മൾ നോക്കുന്നത്. ഈ ആസ്പയറിൽ പ്രധാനമായിട്ടും 4 ഇൻഷുറൻസ് ഉണ്ട്. ആസ്പയർ ഗോൾഡ് പ്ലസ്, ആസ്പയർ ഡയമണ്ട് പ്ലസ്, ആസ്പയർ പ്ലാറ്റിനം പ്ലസ്, ആസ്പയർ ഡയമണ്ട് പ്ലസ്, സോറി ടൈറ്റാനിയം പ്ലസ്. ഇത്തരത്തിൽ 4 ഇൻഷുറൻസുകളാണ് പ്രധാനമായിട്ടും നിവകുപ്പ് ചെയ്യുന്നത് ആസ്പയറിൽ. ഈ 4 എണ്ണത്തിനെയും നമ്മൾ ഇന്നിവിടെ കമ്പയർ ചെയ്യാൻ പോവാണ്. ഏതൊക്കെയാണ്? നിവകുപ്പ ആസ്പയർ പ്ലസ്, ആസ്പയർ ഗോൾഡ് പ്ലസ്, ആസ്പയർ ഡയമണ്ട് പ്ലസ്, ആസ്പയർ പ്ലാറ്റിനം പ്ലസ്, ആസ്പയർ ടൈറ്റാനിയം പ്ലസ്. ഈ 4 ഇൻഷുറൻസിലും എന്തൊക്കെയാണ് പ്രത്യേകത, നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുക, തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മൾ ആസ്പയർ ആണ് നമ്മളോട് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഇന്നിവിടെ ആസ്പയർ നോക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ആ ഫെസിലിറ്റീസ് നമുക്ക് നോക്കാം. മിറാക്കിൾ എന്നുള്ളതാണ് ഫസ്റ്റ് ഫെസിലിറ്റി. നമുക്ക് ഈ ഒരു ക്യാരി ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ സം അഷ്യൂർഡ് എത്രയാണോ അത് 10x വരെ വലുതാവാനുള്ള ഓപ്ഷൻ ആസ്പയറിലുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഒരു മെറ്റേണിറ്റി നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ക്ലെയിം ഇല്ലെങ്കിൽ മാത്രമാണ് 10x വരെ നമുക്ക് പോകാൻ പറ്റുക. അപ്പോൾ മെറ്റേണിറ്റി അതുപോലെ IVF അഡോപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആഡ് ഓൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരു ക്ലെയിമായി കണക്കാക്കാതെ 10x വരെ പോകാൻ പറ്റും. ഈ 10x എന്ന് പറയുന്നത് നമ്മൾ പ്രീമിയം 10 ലക്ഷത്തിൻ്റെ ആണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാത്ത ഓരോ വർഷവും നമുക്കത് ഇരട്ടിയായിട്ട് കൊണ്ടിരിക്കും. 10 ഇരട്ടി വരെ നമുക്ക് ഈ ആസ്പയറിൽ പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ലോക്ക് ദ ക്ലോക്ക്. ലോക്ക് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറുന്ന സമയത്ത് എത്രയാണോ പ്രീമിയം, ആ പ്രീമിയം നമ്മളെ ക്ലെയിം വരാത്ത അത്രയും കാലം നമ്മൾ ആ പ്രീമിയം തന്നെ അടച്ചാൽ മതി. അതാണ് ലോക്ക് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ ബൂസ്റ്റർ പ്ലസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് താഴെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ പ്രധാനമായിട്ടും നമുക്ക് ഗോൾഡ് പ്ലസ്, ആസ്പയർ ഗോൾഡ് പ്ലസ്, ആസ്പയർ ഡയമണ്ട് പ്ലസ്, ആസ്പയർ പ്ലാറ്റിനം പ്ലസ്, ആസ്പയർ ടൈറ്റാനിയം പ്ലസ് ആണുള്ളത്. ഈ 4 പോളിസികളാണ് നമ്മളിന്ന് പ്രധാനമായിട്ട് നോക്കുന്നത്. ഈ 4 പോളിസിയും നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൽ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബേസ് സം അഷ്യൂർഡ് 4നും വരുന്നത് 3 ലക്ഷം, 5 ലക്ഷം, 7.5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25, അല്ലെങ്കിൽ 50 ലക്ഷം, അല്ലെങ്കിൽ 1 കോടി. ഇതിൽ ഏത് എമൗണ്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും സം അഷ്യൂർഡ് ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെൻസസ് റീച്ചിങ് ഹോസ്പിറ്റൽ, ഇപ്പോൾ റോഡ് ആംബുലൻസ് അല്ലെങ്കിൽ നമ്മൾ റോഡ് മാർഗം ആംബുലൻസ് പോകേണ്ടി വന്നിരും, നമുക്ക് ചിലപ്പോൾ നമുക്ക് എയർ ആംബുലൻസ് യൂസ് ചെയ്യേണ്ട കേസ് ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവർ കവർ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളെ സം അഷ്യൂർഡ് എത്രയാണോ അത്രയും തന്നെ എമൗണ്ട് ഇതിന് കവർ ചെയ്യും. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ടെൻഷൻ വേണ്ട ആവശ്യമില്ല. നമ്മളെ പ്രീമിയം എത്രയാണോ അത്ര തന്നെ എമൗണ്ട് ഇവർ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ എക്സ്പെൻസസ് ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ, 2 മണിക്കൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഇവർ കവർ ചെയ്ത് തുടങ്ങും നമ്മളെ. 2 മണിക്കൂർ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ മതി. എന്നാൽ അത് നമ്മുടെ ആയുഷ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 24 മണിക്കൂർ ഹോസ്പിറ്റലൈസ്ഡ് ആവണം, എങ്കിൽ മാത്രമേ ക്ലെയിം കിട്ടുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ എല്ലാ ഡേ കെയർ ട്രീറ്റ്മെൻറ്റും അവർ കവർ ചെയ്യുന്നതായിരിക്കും. മോഡേൺ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഇതിനകത്ത്. മോഡേൺ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് നമ്മുടെ ബേസ് സം അഷ്യൂർഡിൻ്റെ അത്ര തന്നെ എമൗണ്ട് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് മോഡേൺ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ റോബോട്ടിക് സർജറി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ലിമിറ്റ്സോ കാര്യങ്ങളോ ഇല്ല. ഏത് തരം ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും നമ്മുടെ ബേസ് സം അഷ്യൂർഡ് എത്രയാണോ അത്ര തന്നെ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് 60 ദിവസം മുമ്പുള്ള ചിലവുകളും, അതായത് നമുക്ക് എന്തെങ്കിലും സ്കാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സ്പെൻസ് ഉണ്ടാവും ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതിന് മുമ്പായിട്ട്. ആ എക്സ്പെൻസിൽ 60 ദിവസം മുമ്പുള്ള എക്സ്പെൻസ് അവർ കവർ ചെയ്യും. അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ 180 ദിവസം വരെയുള്ള കവറേജിൽ നമുക്ക് നിവബൂപ്പ ആസ്പയറിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഹോം കെയർ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സം അഷ്യൂർഡ് എത്രയാണോ അത്ര തന്നെ കവർ ചെയ്യുന്നുണ്ട്. ഓർഗൻ ഡോണർ, നമുക്ക് ഈ അവയവമാറ്റം കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സം അഷ്യൂർഡ് എത്രയാണോ അത്ര തന്നെ എമൗണ്ട് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ക്യാഷ്ലെസ് ആണ്. നമുക്ക് ആനുവലിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെക്കപ്പ് നടത്താൻ വേണ്ടി പറ്റും. ചെക്കപ്പ് നടത്തുമ്പോൾ നമുക്ക് നിയറസ്റ്റ് അവരുടെ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ലാബ് കാര്യങ്ങളുണ്ടാവും. നമുക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്ത് തിരിച്ചു പോരാവുന്നതാണ്. ഒരു 2-3 ദിവസം കഴിയുന്ന സമയത്ത് നമുക്ക് മാക്സിമം എനിക്കൊന്ന് 48 hours ആണ്. ആ 48 hours ആകുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? അവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമ്മുടെ പ്രീമിയം കോപ്പി അയച്ചു തരും. പിന്നെ അതുപോലെ തന്നെ റീഅഷ്യൂർ ഫോർ എവർ അൺലിമിറ്റഡ് ആണ് നമ്മുടെ ഇതിനകത്ത് റീഫില്ല് വരുന്നത്. നമ്മുടെ ഒരു 5 ലക്ഷത്തിൻ്റെ പോളിസി നമ്മൾ എടുത്തു. ആ 5 ലക്ഷത്തിൻ്റെ പോളിസി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് നമുക്ക് 5 ലക്ഷം മുഴുവൻ തീർന്നു വിചാരിച്ചോളൂ. നിങ്ങൾക്ക് അടുത്ത തവണ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്തും നിങ്ങൾക്ക് വീണ്ടും ആ 5 ലക്ഷം റീഫില്ലായിട്ട്, അങ്ങനെ എത്ര തവണ നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു അത്രയും തവണ നിങ്ങൾക്ക് റീഫിൽ ആയിട്ട് ഈ എമൗണ്ട് ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോക്ക് ദ ക്ലോക്ക് ആയിട്ട് ഒരു സാധ്യത വകുപ്പ് പറയുന്നുണ്ട്. നമ്മൾ കയറുന്ന പ്രായത്തിൽ നമ്മൾ എത്രയാണോ ഫസ്റ്റ് പ്രീമിയം അടച്ചിട്ടുള്ളത് ആ പ്രീമിയം തന്നെ നമ്മൾ ക്ലെയിം ചെയ്യുന്ന അത്രയും കാലം അടച്ചാൽ മതി. അപ്പം നമുക്ക് ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല നമ്മൾ പ്രീമിയം അടച്ച് നമുക്ക് ആ ഒരു മാസം തന്നെ നമുക്ക്, അല്ല ആ ഒരു വർഷം തന്നെ നമുക്ക് മുതലാക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീമിയം എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ക്ലെയിം വരുന്നവരെ ഒരു ചേഞ്ചും ഇല്ലാതെ ആ പ്രീമിയം തന്നെ അടയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു ലോക്ക് ദ ക്ലോക്ക് സംവിധാനം വരുന്നത് ഡയമണ്ട് പ്ലസിലും പ്ലാറ്റിനം പ്ലസിലും മാത്രമാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടൈറ്റാനിയം പ്ലസിലും ഈ ലോക്ക് ദ ക്ലോക്ക് സംവിധാനമില്ല. ഗോൾഡ് പ്ലസിലും ഈ ലോക്ക് ദ ക്ലോക്ക് സംവിധാനമില്ല. ആസ് പെർ ഗോൾഡ് പ്ലസിൽ ലോക്ക് ദ ക്ലോക്ക് ഇല്ല. ആസ് പെർ ടൈറ്റാനിയം പ്ലസിലും ലോക്ക് ദ ക്ലോക്ക് സംവിധാനമില്ല. പക്ഷേ ആസ് പെർ ഡയമണ്ട് പ്ലസ് അതുപോലെ പ്ലാറ്റിനം പ്ലസിൽ ഈ ലോക്ക് ദ ക്ലോക്ക് സംവിധാനമുണ്ട്. അതേപോലെ തന്നെ ലോക്ക് ദ ക്ലോക്ക് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള മുകളിൽ നമുക്ക് മെറ്റേണിറ്റി അതുപോലെ IVF ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാലും മുകളിൽ ലോക്ക് ദ ക്ലോക്ക് ആണ് എടുക്കുന്നതെങ്കിൽ അത് ക്ലെയിമായിട്ട് കൂട്ടും. എന്നാൽ ലോക്ക് ദ ക്ലോക്ക് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അത് ക്ലെയിമായിട്ട് കൂട്ടില്ല. നമുക്ക് ഒരു ചേഞ്ചും നമ്മുടെ പ്രീമിയത്തിന് അപ്പോഴും വരില്ല. ഓക്കെ, അതിനാണ് ലോക്ക് ദ ക്ലോക്ക് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ ഉള്ളത്. ഈ ലോക്ക് ദ ക്ലോക്ക് പ്ലസ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉപയോഗിക്കുന്നത് ആകെ നമുക്ക് ടൈറ്റാനിയം പ്ലസ്സിൽ മാത്രമാണ് അവൈലബിലിറ്റി ഉള്ളത്, ലോക്ക് ദ ക്ലോക്ക് പ്ലസ്. അതേപോലെ തന്നെ ബൂസ്റ്റർ പ്ലസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാത്ത എമൗണ്ട് നമുക്ക് എന്ത് ക്യാരി ഫോർവേഡ് ആയിട്ട് കിട്ടും. അതായത് ഗോൾഡ് പ്ലസ്സിലാണെങ്കിൽ നമുക്ക് എൻട്രി ഏജ് 35 വയസ്സിന് താഴെയുള്ള ആളുകളാണ് എൻട്രി ആയിട്ടുണ്ടെങ്കിൽ 3 ഇരട്ടി വരെ നമുക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കിട്ടും. അതായത് നമ്മളിപ്പം 18 മുതൽ 35 വയസ്സുള്ള ഒരാൾ 10 ലക്ഷത്തിൻ്റെ പ്രീമിയം എടുത്തു. നമ്മുടെ അടുത്ത 3 വർഷം 4 വർഷത്തേക്ക് നമ്മൾ പ്രീമിയം ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എന്താവും? 3 ഇരട്ടിയായിട്ട് 30 ലക്ഷം വരെ നമ്മളെ സം അഷ്യൂർഡ് വർദ്ധിക്കാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ 36 മുതൽ 45 വയസ്സ് വരെയാണ് ഗോൾഡ് പ്ലസ്ഡ് ഉണ്ടെങ്കിൽ 2 ഇരട്ടിയായിട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയും, 46 പ്ലസ്ഡിലാണെങ്കിൽ 100%, അതായത് 1 ഇരട്ടിയായിട്ട് വർദ്ധിക്കാനുള്ളത്. 46 വയസ്സുള്ള ആൾ പോളിസി എടുത്ത് ഗോൾഡ് പ്ലസ് എടുത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് അടുത്ത വർഷം കഴിയുമ്പോൾ അത് 10 ലക്ഷത്തിനാണെങ്കിൽ 20 ലക്ഷമായിട്ട് മാറും. അതേപോലെ ഡയമണ്ട് പ്ലസ്സിലാണെങ്കിൽ 5 ഇരട്ടി വരെയും പ്ലാറ്റിനം പ്ലസ്സിൽ 10 ഇരട്ടി വരെയും നമുക്ക് പ്രീമിയം മാറുന്നതായിട്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഏജ് കാണാം. 35 വയസ്സ് വരെയാണ് നമുക്ക് ഈ പറഞ്ഞ പ്ലാറ്റിനം പ്ലസിലും ടൈറ്റാനിയം പ്ലസിലും 10 ഇരട്ടിയായിട്ട് മാറുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ എപ്പോഴും നമുക്ക് നേരത്തെ പോളിസി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കുറേ അധികം ബെനിഫിറ്റ്സ് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ മിറാക്കിളിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതായത് നമ്മുടെ മെറ്റേണിറ്റി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതിൽ IVF ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഗോൾഡിന് വരുന്നത് 48 മാസമാണ് വെയിറ്റിംഗ് പീരീഡ്. എന്നാൽ ഡയമണ്ടിന് വരുന്നത് 24 മാസവും പ്ലാറ്റിനം ടൈറ്റാനിയം എന്ന പോളിസികൾക്ക് വരുന്നത് 9 മാസം മാത്രമേ വെയിറ്റിംഗ് പീരീഡ് ഉള്ളൂ ഇതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിന്യൂവൽ ടൈമിൽ ഈ പറയുന്ന ഏത് പോളിസി എടുത്തു കഴിഞ്ഞാലും 30% വരെ നമുക്ക് റിന്യൂവൽ ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതിന് നമ്മൾ നിവകുപ്പയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ അവർ പറയും പോലെ നമ്മളെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് നമ്മളെ ഹെൽത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു 30% വരെ ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതിനകത്ത്.
അതുപോലെ തന്നെ ഈ കൺസൾട്ടേഷൻ നമുക്ക് ഒരുപാട് തവണ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ട് കൺസൾട്ടേഷൻസ് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് മൾട്ടി ടെൻഡർ സം ഇൻഷുർഡ് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മിറാക്കിൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫ്യൂച്ചർ റെഡി ആയിട്ടും നമ്മളെ ഗ്യാരണ്ടീഡ് ഇൻഷുറൻസ് കണ്ടിന്യൂറ്റി ഓൺ വെയിറ്റിംഗ് ടു സെർവ് യു ഫോർ യുവർ ഫ്യൂച്ചർ സ്പോസ്. അതായത് നമുക്കിപ്പോൾ കല്യാണം കഴിക്കേണ്ട ആളാണെങ്കിൽ നമുക്ക് നമ്മുടെ പോളിസിയിലേക്ക് ബാച്ചിലറായ സമയത്ത് നമ്മൾ പോളിസി എടുക്കുന്നു. പക്ഷെ നമുക്ക് നാളെ അവരുടെ പേര് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ലോട്ട് അതിൽ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ നമ്മളെ വെയിറ്റിംഗ് പീരീഡ്സ് മുഴുവൻ അതിൽ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, 4 വർഷം കൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നതാണ്. കാരണം നമുക്ക് 4 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ മാരേജ് കഴിയുമ്പോൾ ഇവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന എല്ലാ ബെനിഫിറ്റും കിട്ടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ കോ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. 20% മുതൽ 50% വരെ കോ പേയ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ സേഫ് ഗാർഡ് പ്ലസ് ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കേണ്ടത്. സേഫ് ഗാർഡ് പ്ലസ് നോൺ പേയബിൾ ഐറ്റംസ് ഉണ്ടാവും. അനക്സർ 1 മുതൽ 4 വരെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ സർജറിക്ക് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് നമ്മൾ പേയ്മെൻറ്റ് അഡീഷണൽ കൊടുക്കേണ്ട സാധ്യത ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേഫ് ഗാർഡ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള പോളിസി ആഡ് ഓൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡെയിലി ഹോസ്പിറ്റൽ ക്യാഷ് നമുക്കതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡെയിലി ഹോസ്പിറ്റൽ ക്യാഷ് ആഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ 5 ലക്ഷം വരെയുള്ള പോളിസികളാണെങ്കിൽ പെർ ഡേ 1000 രൂപ വെച്ചിട്ടും 15 ലക്ഷം വരെയാണ് നമ്മൾ ബേസ് സം ഇൻഷുർഡ് എന്നുണ്ടെങ്കിൽ 7 മുതൽ 15 ലക്ഷം വരെയാണെങ്കിൽ പെർ ഡേ 2000 രൂപയും 15 ലക്ഷത്തിന് മുകളിലാണ് സം ഇൻഷുർഡ് എങ്കിൽ 4000 രൂപയും നമുക്ക് എന്ത് കിട്ടും, ഹോസ്പിറ്റൽ ക്യാഷ് ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിഡക്റ്റബിൾ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്പോൺ എമൗണ്ട് വെച്ചിട്ട് അത് 20,000 30,000 അല്ലെങ്കിൽ 1 ലക്ഷം വരെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് നിവോപ്പയുടെ 10,000-ലധികം നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഇവിടെ ഉണ്ട്. 24/7 നമുക്ക് കസ്റ്റമർ സർവീസ് നിവോപ്പ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 കോടിയിലധികം കവറേജ് നിവോപ്പ ഇപ്പം കൊടുത്തു കഴിഞ്ഞു. അതേപോലെ തന്നെ 30 മിനിറ്റ്സ് ക്ലെയിം പ്രോസസ്സിംഗ് ആണ്. ക്യാഷ്ലെസ് ക്ലെയിം പ്രോസസ്സിംഗ് ആകെ ഇവരെടുക്കുന്ന സമയം പറയുന്നത് 30 മിനിറ്റ് മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ഈ കാര്യങ്ങൾ ഉള്ളത്. നിവോപ്പ ആസ്പയർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് പോളിസി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അതിനകത്ത് അത്ര വലിയ ലിമിറ്റ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയച്ചിട്ടോ വാട്സപ്പ് ചെയ്തിട്ടോ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഫ്യൂച്ചറിൽ ഇതുപോലെ വീഡിയോസ് നിങ്ങളെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. എനിവേ, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ശരി, താങ്ക് യു.